ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ തുടരുന്ന ശത്രുത ഗുരുതരമായ ആശങ്കയുണ്ടാക്കാൻ കാരണമായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ അടുത്തിടെ തന്നെ ഒരു ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിക്കുന്നതായി തന്നെ അദ്ദേഹം മറ്റൊരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതുമാത്രമല്ല, അത് ഈ ഹീനമായ കുറ്റകൃത്യങ്ങളിലെ കുറ്റവാളികളെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിക്കുന്നുവെന്നും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഇന്ത്യ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം ആക്രമണങ്ങളെ ഒരു കാരണവശാൽ പോലും പുറന്തള്ളാൻ കഴിയുന്നവയല്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന നിരന്തര ക്രൂരത വലിയ ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. ഹിന്ദു യുവാക്കളുടെ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ പ്രകടിപ്പിക്കുന്നു. കുറ്റകൃത്യം ചെയ്തവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ വലിയ രീതിയിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണിപ്പോൾ രൺധീർ ജയ്സ്വാൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാജ്പോരി ടൗണിലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഹിന്ദു യുവാക്കൾക്ക് നേരെയുള്ള ആക്രമണം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ പണം ആവശ്യപ്പെട്ടെന്ന ആരോപണത്തെ തുടർന്നുകൊണ്ട് പ്രദേശവാസികൾ ഇദ്ദേഹത്തെ മറ്റൊരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന സംഭവം വലിയ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രിമിനൽ സംഘത്തിന്റെ തലവനും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുമായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് തന്നെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. സംഭവ ദിവസം ഈ മരണപ്പെട്ട ഹിന്ദു യുവാവും കൂട്ടരും ചേർന്നുകൊണ്ട് ഒരാളുടെ വീട്ടിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചതായിട്ടുള്ള ആരോപണങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്നുകൊണ്ട് നാട്ടുകാർ വലിയ രീതിയിൽ അവിടെ തടിച്ചുകൂടുകയും ക്രൂരമായി തന്നെ മർദ്ദനത്തിന് ഇരയാക്കുകയുമാണ് ഉണ്ടായത്. ഗുരുതരാവസ്ഥയിലായ ഇയാളെ പോലീസ് എത്തിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും രാത്രി 2 മണിയോടുകൂടി തന്നെ മരിച്ചതായി തന്നെ സ്ഥിരീകരണം നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ ആകട്ടെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും അത് ബംഗ്ലാദേശ് സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ബംഗ്ലാദേശിൽ സമാധാനത്തിനും സ്ഥിരതയും ഞങ്ങൾ ആഗ്രഹിക്കുന്നതായും കൂടാതെ തന്നെ ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യവും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമായ പങ്കാളിത്തമുള്ളതുമായ തിരഞ്ഞെടുപ്പുകൾക്ക് നിങ്ങൾ നിരന്തരം തന്നെ വാദിച്ചിട്ടുണ്ട് എന്നതാണ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നത്. ദൈവനിന്ദ ആരോപിച്ചുകൊണ്ട് ഹിന്ദു യുവാവിനെ അവിടെ അടിച്ചു കൊന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ ഹിന്ദു സമുദായങ്ങൾക്കിടയിൽപ്പെട്ട ദീപുദാസിനെ ദൈവനിന്ദ ആരോപിച്ച് അത്തരത്തിൽ ചെയ്തത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതും വ്യക്തമാക്കുന്നു. ഇടക്കാല സർക്കാർ ദീപുവിന്റെ കൊലപാതകത്തെ ശക്തമായി തന്നെ അപലപിക്കുകയും പുതിയ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ ഹീനമായ കുറ്റകൃത്യത്തിൽ കുറ്റക്കാരായവരെ വെറുതെ വിടില്ല എന്നും അതുപോലെ തന്നെ കൂടാതെ അക്രമ ഭീഷണി, തീവെപ്പ്, സ്വത്ത് നശിപ്പിക്കൽ എന്നിവയെല്ലാം തന്നെ ഞങ്ങൾ ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്ന് ഇടക്കാല സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ പോലും അവർ ഈ ഒരു വാക്ക് പോലും പാലിക്കാൻ തക്കതായ ഒന്നും തന്നെ ബംഗ്ലാദേശ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപങ്ങളടക്കം ഉയർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ ഇന്ത്യ ഇതിനോടായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.